നമ്മൾ ചോദ്യം ചോദിക്കുന്ന ഒരു ഇറിറ്റേഷൻ ആയിട്ടാണ് ടീച്ചേഴ്സ് കാണുന്നത്. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോദ്യം ചോദിക്കുന്ന ആ ഒരു സ്കില്ലേ നമുക്ക് ഇല്ലാതായി പോവാണ്, അല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ പേടിയാണ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയായിരിക്കണം ഒരു കുട്ടീനെ സ്കൂളിൽ ട്രീറ്റ് ചെയ്യേണ്ടത്? മൈ ആപ്പിൾ ഇസ് ഗ്രീൻ എന്ന് എഴുതിയാൽ ഇന്നിപ്പോൾ മാർക്ക് കൊടുക്കും, പക്ഷേ 10 വർഷം മുമ്പ് കൊടുക്കത്തില്ല അല്ലേ? അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ്സിൻ്റെ ഡിഫറൻസസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു കുട്ടീനെ എങ്ങനെ ഇൻകൾക്കേറ്റ് ചെയ്യാം ആ ഒരു സ്കില്ലെന്ന് പറഞ്ഞാൽ പല പെർസ്പെക്റ്റീവ്സ് ഒന്നിച്ചു വരുന്ന ഒരു എൻവയോൺമെൻറ്റ് ആ ക്ലാസ്സിൽ ഒരു ടീച്ചറിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. കമ്പൽസറി അറ്റൻഡൻസ് എന്തായാലും സ്കൂളിൽ വന്നേ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനത് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടാവില്ല. ഇപ്പം സ്കൂളുകളിലായാലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ വേണേൽ അവിടെ പോയി ഇരുന്നിരിക്കാം ജസ്റ്റ് ഫോർ സേക്ക്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇന്നലെ കഴിച്ച ബിരിയാണീനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്നലെ പോയ സിനിമേനെ കുറിച്ചോ. ബട്ട് പീപ്പിൾ ആർ നോട്ട് ബോതേഡ്. ശരിക്കും ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ശരിക്കും അത് ബോതേഡ് ആവേണ്ടതല്ലേ? അറ്റൻഡൻസ് അല്ല, അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരണ്ടേ. അപ്പം അറ്റൻഡൻസ് ശരിക്കും കമ്പൽസറി ആയിട്ട് വേണം. ചിലപ്പോൾ അവൻ 8ാം ക്ലാസ്സിലാവുമ്പോഴായിരിക്കും അവൻ തീരുമാനിക്കുന്നത് എനിക്ക് ഒരു മാത്തമാറ്റീഷ്യൻ ആകണം, അല്ലെങ്കിൽ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം, എനിക്ക് ഡേറ്റാ സയൻസിലോട്ട് പോകണം. പക്ഷേ അവൻ കഴിഞ്ഞ 5 വർഷം ചിലപ്പം മാത്ത് പഠിക്കാതെ മാത്തിൽ ഉഴപ്പിപ്പോയി. പിന്നെ ഹീൽ ഹാവ് ടു സ്ട്രഗിൾ. ഒരു ബോയുടെ പ്രൈവറ്റ് പാർട്ടിന് പീനസ് എന്നാണ് പറയുന്നതെന്ന് ഒരു വീടുകളിലും നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ പെറ്റ് നെയിംസാ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ വിളിക്കും. ഓരോ വീടുകളിൽ അത് ഓരോ പേരാ. ചില കുടുംബങ്ങളിൽ എല്ലായിടത്തും ഒരേ പേരാ, അത് വേറൊരു നാട്ടിൽ പോകുമ്പോൾ വേറൊരു പേരാവും ഇല്ലേ. മൈ അങ്കിൾ വാണ്ട്സ് മീ ടു ഷെയർ മൈ കുക്കി വിത്ത് ഹിം എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ പ്രോബബ്ലി why don't you share, it's okay, it's just a cookie, no, if you have why can't you share എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തോട്ട് കംപ്ലീറ്റ് മാറി. നമസ്കാരം എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോണസ്റ്റ് ആർ. ഇന്നത്തെ എപ്പിസോഡും ഇറ്റ്സ് എ വെരി വെരി സ്പെഷ്യൽ എപ്പിസോഡ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇത് പേരൻസും വീട്ടിലുള്ള ആളുകളുമായിട്ട് ഇത് കാണണം എന്നാണ് ഞാൻ പറയാം. ബിക്കോസ് ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. നമ്മളെല്ലാവരും കടന്നു പോയിട്ടുള്ളൊരു സാധനമാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 100 വർഷം മുന്നേ ഉള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അല്ല ഇപ്പം നമുക്കുള്ളത്. 100 വർഷം മുന്നേ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല നമുക്കിപ്പോൾ ഉള്ളത്. 100 years ബാക്കുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റവും അല്ല നമുക്കിന്നുള്ളത്. പക്ഷേ 100 years മുമ്പുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പോഴും നമുക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ കിഡ്സിനെ അല്ലെങ്കിൽ കുട്ടികളെ ഒരു ഫ്യൂച്ചർ റെഡി ആക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ശരിക്കും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ഇന്ത്യയിലില്ല എന്ന് ഞാൻ പറയില്ല. ലൈക്ക് ഒരുപാട് പോഡ്കാസ്റ്റുകൾ വന്നിട്ടുണ്ട്, പക്ഷെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ദെൻ ഐ തോട്ട് ദറ്റ് ഇപ്പം ദിസ് ഈസ് എ ഡിസ്കഷൻ ഓഫ് ടുഡേ. ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ജോർജ് തോമസ് സാറാണ്. ട്രിവാൻഡ്രത്തുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ പേര് ദ ഫ്രണ്ട്സ് സ്കൂൾ എന്നാണ്. നിങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ ഡയറക്ടറും CEO ആണ് ജോർജ് സാറ്. അപ്പോൾ ജോർജ് സാറുമായിട്ടൊരു മീനിങ് ഫുൾ ഡീപ്പ് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വി ഹാഡ് എ കോൺവെർസേഷൻ ഫോർ അബൌട്ട് 1 hour. ഇതിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളുടെ സ്കിൽ സെറ്റ്സ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ പഠിപ്പിക്കാൻ പാടില്ല, എന്താണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്. സോ ആസ് പേരൻസ് നിങ്ങൾക്ക് എന്ത് ചെറിയ സ്റ്റെപ്പാണ് എടുക്കാൻ പറ്റുക ടു ഇംപ്രൂവ് ഹൗ ദ ചൈൽഡ് ഈസ് ഗ്രോയിങ് അപ്പ്, എങ്ങനെയാണ് അവരെ കുറച്ചുകൂടി ഫ്യൂച്ചർ റെഡി ആക്കാൻ പറ്റുക, സോ അവരെ പ്രാപ്തരാക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ സ്കൂളിന് ചെയ്യാൻ പറ്റും. ഇത്തരം വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ഇറ്റ്. ഐ ഏർജ് ദറ്റ് ഓൾ ഓഫ് യു സീ ദിസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക, കോമൻറ്റ് ചെയ്യാം. താങ്ക് യു. സർ, ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഒരു ശരിയുത്തരമുണ്ട്. അത് മാത്രമാണ് ശരിയുത്തരം, വേറെ ഒന്നും ശരിയല്ല. അത് മാത്രമല്ല, നിങ്ങളുടെ റോളെന്ന് പറയുന്നത് ഉത്തരം ശരിയായി പറയുക എന്നുള്ളതാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ആ ഉത്തരം എന്താണോ അത് മനസ്സിലാക്കി ആ ഉത്തരം തന്നെ പറയാം. അതിപ്പോൾ ആ ടീച്ചറുടെ പെർസ്പെക്റ്റീവ് ആണോ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല, ആ ഉത്തരമേ പറയാമോ. പക്ഷേ ഇങ്ങനെ ലൈഫിലേക്ക് നമ്മൾ വരുമ്പോൾ അങ്ങനെയല്ല. മൾട്ടിപ്പിൾ ശരി ഉത്തരങ്ങളുണ്ടാവും ആളുകളുടെ പെർസ്പെക്റ്റീവിനനുസരിച്ച്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആളുകൾക്ക് മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തത്. കാരണം ഇതാണ് ശരി,
ഇതിനെ ബിയോണ്ട് ഒരു ശരിയില്ല. ആൻഡ് രണ്ടാമത് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് എൻകറേജ് ചെയ്യാറേ ഇല്ല. ഒരു ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ ചോദ്യം ചോദിച്ചാൽ സിറ്റ് ഡൗൺ. പക്ഷെ ഞാനിപ്പോഴും ചോദ്യം ചോദിക്കും. എന്നാലും നമ്മൾ ചോദ്യം ചോദിക്കുന്ന ഒരു ഇറിറ്റേഷൻ ആയിട്ടാണ് ടീച്ചേഴ്സ് കാണുന്നത്. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോദ്യം ചോദിക്കുന്ന ആ ഒരു സ്കില്ലേ നമുക്ക് ഇല്ലാതായി പോവാണ്, അല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ പേടിയാണ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയായിരിക്കണം ഒരു കുട്ടീനെ സ്കൂളിൽ ട്രീറ്റ് ചെയ്യേണ്ടത്, എക്സാക്ട്ലി ഇൻ ദിസ് ആംഗിൾ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടീച്ചേഴ്സിനെ ഫുള്ളി ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഇതിൽ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 40 പേര് ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഇമാജിൻ 40 കുട്ടികളും ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരു ടീച്ചറിന് ആ കരിക്കുലം തീർക്കാൻ പറ്റത്തില്ല. ഇയർ എൻഡ് ആകുമ്പോൾ പിള്ളേർ മാർക്സ് ലോ സ്കോർ ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചാൽ ടീച്ചറിനെ ഫയർ ചെയ്യും, പേരൻസ് ഫയർ ചെയ്യും. അപ്പോൾ ടീച്ചർ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് വളരെ ഒരു പത്തറ്റിക് സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇത് പഠിപ്പിച്ച് ഇവരെ ഒരു ആവറേജ് ലെവലിലെങ്കിലും എത്തിച്ച് പരീക്ഷ എഴുതി ജയിപ്പിക്കണം എന്നുള്ള ഇതില്ല. അപ്പോൾ അവിടെയാണ് ആ ഒരു പ്രഷർ കൊണ്ടാണ് പലപ്പോഴും ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ സ്കൂളിൽ കട്ട് ചെയ്ത് പോകുന്നത്. 2, നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ചോദിച്ചാൽ സബ്ജക്റ്റിനപ്പുറത്ത് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചാൽ ആ ടീച്ചറിന് നോളജ് ഇല്ലെങ്കിൽ ടീച്ചറിന് ഒരു നാണക്കേടുണ്ടാകുമെന്നുള്ളതൊരു പേടിയുള്ളതുകൊണ്ട് ടീച്ചേഴ്സ് പലപ്പോഴും ഇത് എൻകറേജ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളെന്നും നമ്മുടെ തലമുറകൾ വളർന്നു വരുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ ബോൾഡായിട്ടുള്ള തലമുറയായിരിക്കണം, ചോദ്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. പക്ഷേ ചോദ്യം ചെയ്യാനുള്ള അവസരം നമുക്കില്ല, നമ്മുടെ വീടുകളിൽ പോലും ഇല്ല. ഇപ്പോൾ എൻ്റെ മോൻ എന്നോട് 3 പ്രാവശ്യം ഒരേ കാര്യം ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വൈ എന്ന് ചോദിച്ചാൽ യു ഡോണ്ട് ഹാവ് ടു നോ വൈ, യു ജസ്റ്റ് ഡു ഇറ്റ് എന്ന് നമ്മൾ പറയും. നമ്മൾ ബഗ്ഡായി അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് പറയുകയാണ്. പക്ഷേ അപ്പം നമ്മൾ ആ സ്കില്ല്, ആ കുട്ടിയുടെ ക്യൂരിയോസിറ്റീനെ അവിടെ കില്ല് ചെയ്യുക. ഇപ്പോൾ അതിന് എൻ്റെ ഒരു തോട്ട് നമ്മൾ ഇപ്പോൾ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നേരത്തെ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന പലപ്പോഴും എന്താണ്, ഒരു ടെക്സ്റ്റ് ബുക്ക് മാറി മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻസും പോളിസീസും അനുസരിച്ചാണ് പലപ്പോഴും ടെക്സ്റ്റ് ബുക്സിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഈസ് ഓൾവേസ് മാനിപ്പുലേറ്റഡ്. എപ്പോഴും ഓരോ സർക്കാരുകൾ മാറി വരുമ്പോഴും ഹിസ്റ്ററി മാനിപ്പുലേറ്റഡ് ആവും. അപ്പം ഞാൻ ചിലപ്പം 15-20 വർഷം മുമ്പ് ഒരു പെർട്ടിക്കുലർ ഇറേനെക്കുറിച്ച് പഠിച്ച പെർസ്പെക്റ്റീവ് ആയിരിക്കണം എന്നില്ല ഇന്ന് ഒരു കുട്ടി ആ ഇറേനെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ അങ്ങനെയല്ല ശരിക്കും നമ്മൾ ഹിസ്റ്ററി പഠിക്കണം. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഞാൻ പോയി റിസർച്ച് ചെയ്ത് പല സോഴ്സസ്, ഒരു കാലഘട്ടത്തിനെക്കുറിച്ച് പല സോഴ്സസ്, പല ഒപ്പീനിയൻസ്, പല പെർസ്പെക്റ്റീവ്സിൽ ആളുകൾ എഴുതിയതും റെക്കോർഡ് ചെയ്തതും ഒക്കെ മനസ്സിലാക്കി ഞാൻ ക്ലാസ്സിൽ വന്നത് പ്രസൻറ്റ് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ആർഗ്യുമെൻറ്റേറ്റീവായിട്ടുള്ള ചർച്ചകളിലൂടെ പലർക്കും പല പെർസ്പെക്റ്റീവ്സ് കാണും. അപ്പോൾ ഇതിലേതാണ് ശരി എന്ന് ചോദിച്ചാൽ അർച്ചന നേരത്തെ ചോദിച്ച പോലെ ഇത് മാത്രമാണ് ശരിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞാൽ ആപ്പിൾസ് ആർ റെഡ് എന്ന്, മൈ ആപ്പിൾ ഇസ് ഗ്രീൻ എന്ന് എഴുതിയാൽ ഇന്നിപ്പോൾ മാർക്ക് കൊടുക്കും, പക്ഷേ 10 വർഷം മുമ്പ് കൊടുക്കത്തില്ല അല്ലേ? അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ്സിൻ്റെ ഡിഫറൻസസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു കുട്ടീനെ എങ്ങനെ ഇൻകൾക്കേറ്റ് ചെയ്യാം ആ ഒരു സ്കില്ലെന്ന് പറഞ്ഞാൽ പല പെർസ്പെക്റ്റീവ്സ് ഒന്നിച്ചു വരുന്ന ഒരു എൻവയോൺമെൻറ്റ് ആ ക്ലാസ്സിൽ ഒരു ടീച്ചറിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അതിനാണ് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികൾ തന്നെ വന്ന് പ്രസൻറ്റ് ചെയ്യുകയും ഓപ്പൺ ഡിസ്കഷൻസ് അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഒത്തിരി ക്വസ്റ്റ്യനിങ് നടക്കും, ബാക്ക് ആൻഡ് ഫോർത്ത് ഡിസ്കഷൻസ്, ക്വസ്റ്റ്യനിങ് ഒക്കെ നടക്കും. അപ്പോൾ ഇതൊരു കുട്ടിയുടെ ക്യൂരിയോസിറ്റീനെ എൻഹാൻസ് ചെയ്യുന്നു, അവരുടെ ലാറ്ററൽ തിങ്കിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നു, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നു, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിങ്ങിലോട്ടാണ് ഇതെല്ലാം വരുന്നത്. ദേ ആർ ക്വസ്റ്റ്യനിങ്. ഇപ്പം ഞാൻ പറയുകയാണ് ഇന്ന കാലഘട്ടത്തിൽ മുഗൾ എംപയർ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് വേറൊരു ഒപ്പീനിയൻ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഞാനിപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ തിങ്ക് ചെയ്യാനാണ് കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. ഒരു തോട്ട് പ്രോസസ് മാത്രമേ ശരിയുള്ളൂ. അന്നും ഇന്നും പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്, അത് മാറിയിട്ടില്ല. അപ്പോൾ അവിടെയാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഫ്ലിപ്പ് ക്ലാസ് മോഡൽസ് വരുന്നത്. അതായത് ഒരു ടോപ്പിക്ക് കുട്ടികളെടുത്ത് അവർ പോയി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പല ഐഡിയോളജീസ് പെർസ്പെക്റ്റീവ്സിലുള്ള ആർട്ടിക്കിൾസും ബുക്സും റെഫർ ചെയ്ത് അവർ തിരിച്ചു വന്ന് ഇത് നമ്മൾ വിചാരിക്കും ഇത് മാനേജ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ PhD ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവലിലെ ബെയർ മിനിമം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ല, ഇത് വളരെ കുഞ്ഞിലെ സ്കൂൾ ലെവലിൽ കൊണ്ടുവരാം. എൻ്റെ സ്കൂളിൽ എൻ്റെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഫ്ലിപ്പ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അവർ ഒരേ സബ്ജക്റ്റിൽ പല ഒപ്പീനിയൻസ് ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ദേ ഹാവ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ. ദേ ആർ ഓൾസോ ലേണിംഗ് ടു അക്സെപ്റ്റ് ആൻഡ് അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സസ്. അതിൽ നമ്മൾ പറയുന്നില്ല ഇത് ശരിയാണോ തെറ്റാണോന്ന്. ഫാക്ച്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാൾ പറഞ്ഞ ഒപ്പീനിയൻ
എഗൻസ്റ്റ് ദ ഫാക്റ്റ് ആണെങ്കിൽ പ്രൂവൺ ആണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു തിയറി, സയൻറ്റിഫിക് തിയറി ഒരാൾ വേറൊരു പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ അത് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാം. ഓക്കെ, അല്ലാത്തടത്തോളം കാലം ഇതെല്ലാം പെർസ്പെക്റ്റീവ്സും ഒപ്പീനിയൻസുമാണ്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കണം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നോട്ട് ജസ്റ്റ് ഫോർ നമ്മുടെ പേഴ്സണൽ ഇതിൽ, നമ്മുടെ തലമുറകൾ ഇന്ന് ഇംപേഷ്യൻ്റ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് വേറൊരാളുടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അക്സെപ്റ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനും. അപ്പോൾ ഇത് കുഞ്ഞിലേ തൊട്ടേ നമ്മുടെ സ്കൂൾസ്, ക്ലാസ് റൂംസിൽ ഇത് ബിൽറ്റ് ഇൻ ആണെങ്കിൽ ഇനിയും വരുന്ന തലമുറകൾക്ക് ഡിഫറൻസസ് എംബ്രേസ് ചെയ്യാനായിട്ട് സാധിക്കും. സർ, ആക്ച്വലി ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഒരു പക്ഷേ ഇവിടെ നിന്നായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കണക്ട് ചെയ്ത് ചോദിച്ചത് സാർ. എക്സാക്ട്ലി. ഇപ്പം ഞാൻ വളർന്നു വന്ന ഒരു പീരിയഡ് ഓഫ് ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ച ആ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു കാര്യമില്ല അല്ലേ, ഒരു ഡിഫറൻസസിനെ എംബ്രേസ് ചെയ്യുന്ന ഒരു കൾച്ചറില്ല. ഞാൻ കുറേയൊക്കെ എൻ്റെ 30s കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പല പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് വായിക്കാനും ആളുകളോട് സംസാരിക്കാനും ഒക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി, നമ്മളൊക്കെ പണ്ട് മനസ്സിലാക്കിയ പല കാര്യങ്ങൾക്കും മറുവശങ്ങളും പല തലത്തിലുള്ള പെർസ്പെക്റ്റീവുകളും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഇനീഷ്യലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ലേണിംഗ് എനിക്ക് ലൈഫിൽ കിട്ടുന്നത് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് എൻ്റെ വൈഫുമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ്. അപ്പം നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ച ഒരു കാര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ വളരെ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സിലോട്ട് പോകാറുണ്ട്. പക്ഷെ കുറേ നമ്മൾ കഴിഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ഡെപ്തിൽ ചിന്തിക്കുമ്പോൾ, പീസ്ഫുള്ളായിട്ടിരുന്ന് ചിന്തിക്കുമ്പം ശരിയാണ്, അവിടെ എന്തോ ഒരു കാര്യമുണ്ട്, അതിലൊരു ശരിയുണ്ട്. അത് പിന്നെ ആയിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മൾ ഇത് പണ്ടേ യൂസ്ഡ് ആയിരുന്നെങ്കിൽ അത് വളരെ എളുപ്പമായി മാറിയാണ്. ദാറ്റ് വിൽ ബിക്കം എ സെക്കൻഡ് ഹാബിറ്റ് ടു അസ്. ഇത് പറയുമ്പോൾ ലാസ്റ്റ് പോയിന്റ്, ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്ന ഒരു കമ്പൽസറി അറ്റൻഡൻസ്. എന്തായാലും സ്കൂളിൽ വന്നേ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനത് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, നമ്മളൊരു സ്ഥലത്ത് അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടാവില്ല. ഇപ്പം സ്കൂളുകളിലായാലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ വേണേൽ അവിടെ പോയി ഇരുന്നിരിക്കാം, ജസ്റ്റ് ഫോർ സേക്ക്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇന്നലെ കഴിച്ച ബിരിയാണീനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്നലെ പോയ സിനിമേനെ കുറിച്ചോ. ബട്ട് പീപ്പിൾ ആർ നോട്ട് ബോതേഡ്. ശരിക്കും ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ശരിക്കും അത് ബോതേഡ് ആവേണ്ടതല്ലേ, അറ്റൻഡൻസ് അല്ല, അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരണ്ടേ. അപ്പം അറ്റൻഡൻസ് ശരിക്കും കമ്പൽസറി ആയിട്ട് വേണോ? ഇത് എൻ്റെ ഒരു സ്കൂൾ നടത്തുന്ന ആളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഡിസിപ്ലിനാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, നമ്മളിപ്പം ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എനിക്ക് തോന്നുമ്പോൾ ജോലിക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ സ്കൂളിൽ ചിലപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിരിക്കും. നമ്മൾ ഇന്ന് അവിടെ ചെന്നില്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ അവിടെ മിസ്സിങ് ആയാൽ എൻ്റെ ടീം ഫെയിലാകും. അപ്പോൾ എനിക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ വരണം. തല്ലിപ്പഴിപ്പിച്ച് വിടുക എന്നുള്ളതല്ല, ആ കുട്ടിക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകണം ദാറ്റ് ഐ നീഡ് ടു ബി ഏബിൾ ടു ഗോ ടു സ്കൂൾ. അപ്പോൾ അവിടെ അറ്റൻഡൻസ് 90% താഴെ ആയാൽ ഞാൻ മാർക്ക് കുറയ്ക്കും എന്ന് പറഞ്ഞ് ത്രെട്ടൻ ചെയ്ത് അവിടെ കൊണ്ട് ഇരുത്തുന്നതിലല്ല വിജയം. ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്കിന്ന് സ്കൂളിൽ പോയില്ലെങ്കിൽ ഐ വിൽ മിസ് ഔട്ട് ഓൺ സംതിങ്, ഐ ഹാവ് സർട്ടൻ തിങ്സ് ടു കോൺട്രിബ്യൂട്ട്, അല്ലെങ്കിൽ ഞാൻ ചെന്നില്ലെങ്കിൽ എൻ്റെ ടീമിന് ഒരു വലിയ എലമെൻറ്റ് മിസ്സിങ് ആയി പോകും എന്നുള്ള തോട്ടിൽ ആ കുട്ടി അവിടെ വരുത്താൻ സാധിക്കുന്നതിലാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മുടെ തോട്ട്സ് പലതാണ്, നമ്മൾ വോണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ടീച്ചറിന് കോൺസ്റ്റൻ്റ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഇത്രയും കുട്ടികൾ ഒരു ക്ലാസ്സിലുള്ളപ്പം പാടാണ്. പക്ഷേ അതിന് വേണ്ട റെഗുലർ ആക്ടിവിറ്റീസ് കൊണ്ടുവരിക, മൈൻഡ്ഫുൾനെസ് കുഞ്ഞിലേ തൊട്ടേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ബിൽഡ് ചെയ്യുക. 40 മിനിറ്റ് പീരീഡ് കോൺസ്റ്റൻ്റ്ലി ഒരു ടീച്ചർ ലെക്ചർ ചെയ്തുകൊണ്ടിരുന്നാൽ പിള്ളേർ ഡിസ്കണക്റ്റഡ് ആവും, അറ്റൻഷൻ സ്പാൻ ഇന്ന് കുറഞ്ഞു വരിക. അപ്പോൾ ഇതിനനുസരിച്ച് ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസ് മാറ്റണം, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് മാറ്റണം, അവരുമായിട്ടുള്ള ഐ കോൺടാക്റ്റ് ഡെവലപ്പ് ചെയ്യണം, കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡിസ്കഷൻസ് ഇത് ചെയ്യാനുള്ള അവസരങ്ങൾ വരണം. അപ്പോൾ ഈ അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കലി ഒരു പ്രോബ്ലം അല്ലാതെ മാറും, അവർ തന്നെ വരും. പിന്നെ അർച്ചന പറഞ്ഞ വേറൊരു പോയിൻ്റ് ഉണ്ട്, അതായത് കുഞ്ഞിലെ നമ്മൾ ചില കുട്ടികളെ ഫോഴ്സ്ഫുള്ളി ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറയും. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ അവരുടെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ പഠിച്ചാൽ മതി,
അപ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ പറയുക മാത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇന്ന് ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ഡ്രോ. അപ്പോൾ മാത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റ് മിക്ക കുട്ടികൾക്കും വളരെ കുറച്ച് പേർക്ക് ഇത് ജെനുവിൻലി ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും എക്സൈറ്റിങ്ങും ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ചാലഞ്ചിങ് ആണ്. ദോ ഇറ്റ്സ് ഇൻഫാക്ട് ഇൻ റിയൽ ലൈഫ് ഇറ്റ്സ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് സബ്ജക്റ്റ്. പക്ഷെ ആ കുഞ്ഞു പ്രായത്തിൽ അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ഓപ്ഷൻ കൊടുത്താൽ അവൻ അത് സ്കിപ്പ് ചെയ്യും. അവനത് സ്കിപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് പോകും. അപ്പോൾ അവനെ ചിലപ്പോൾ നമ്മൾ ഒന്ന് ഫോഴ്സ് ചെയ്ത് അവിടെ ഇരുത്തേണ്ട വരും. ഒരു ലോജിസ്റ്റിക്കൽ ഡിഫിക്കൽട്ടിയാണ്, ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടിയാണ് അവനെ അവിടെ ഇരുത്തുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ഇരുത്താതെ ക്രിയേറ്റ് ആൻ എക്സൈറ്റ്മെൻറ്റ് for the child to come and sit there. Not for marks. But there has to be something beyond marks that is exciting for the child to come and be part of it. Understood. But എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ്ലി ആ ചൈൽഡിന് ഒരു അതോറിറ്റി അവിടെ കൊടുക്കാൻ പറ്റത്തില്ല ടു ടേക്ക് എ ചോയ്സ്, ബിക്കോസ് ദ ചൈൽഡ് ഇസ് നോട്ട് യെറ്റ് റെഡി ടു മേക്ക് എ ചോയ്സ്. ചിലപ്പോൾ അവൻ 8ാം ക്ലാസ്സിലാവുമ്പോഴായിരിക്കും അവൻ തീരുമാനിക്കുന്നത് എനിക്ക് ഒരു മാത്തമാറ്റീഷ്യൻ ആകണം, അല്ലെങ്കിൽ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം, എനിക്ക് ഡേറ്റാ സയൻസിലോട്ട് പോകണം. പക്ഷേ അവൻ കഴിഞ്ഞ 5 വർഷം ചിലപ്പോൾ മാത്ത് പഠിക്കാതെ മാത്തിൽ ഉഴപ്പിപ്പോയി. പിന്നെ ഹീൽ ഹാവ് ടു സ്ട്രഗിൾ. സോ പുട്ട് ഹിം ഇൻ ദ ക്ലാസ്, ക്രിയേറ്റ് ആൻ എക്സൈറ്റ്മെൻറ്റ്, ലെറ്റ് ഹിം മേ ബി ഇനീഷ്യലി കുറച്ച് പുഷ് വേണം. പക്ഷേ അവിടെയും ഒരു ടീച്ചറിൻ്റെ മാജിക്കാണ്. മാജിക്ക് വന്നാൽ things will be much more exciting for the child to be in the class. സർ, ഇപ്പം നമ്മൾ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് ടച്ചപ്പ് ചെയ്ത് പോവാതെ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് just maybe 2 or 3 minutes. How important it is. I always believe that sex education എന്ന് പറയുന്നത് സ്കൂളിൽ കൊടുക്കണം obviously, but then it starts from the home. Correct, absolutely. അപ്പം ആസ് പേരൻസ് ഏത് ഏജ് തൊട്ടാണ് ആക്ച്വലി നമ്മൾ ഈ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് കുട്ടികൾക്ക്, ആൻഡ് ഹൗ ഡു യു ഗിവ് ഇറ്റ്? Before I answer that, I want to be very upfront. I am not an expert in the topic. എനിക്കുള്ള അറിവ് വളരെ ലിമിറ്റഡ് ആണ്. ഞാൻ പല ആളുകളിൽ നിന്നും ചർച്ചകളിലൂടെ മനസ്സിലാക്കിയതും കുറച്ച് വായിച്ചും കുറച്ച് പല വ്ളോഗ്സൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഒരു അറിവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് there is an influencer content developer called Maya Zama. പുള്ളിക്കാരിയുടെ ഒരു ക്ലാസ് ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ സ്കൂളിൽ, പുള്ളിക്കാരി എപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്നാലും വി ഹോസ്റ്റഡ്. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം എൻ്റെ കുറേ തോട്ട് പ്രോസസ്സൊക്കെ മാറി. ഇപ്പം ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ പലപ്പോഴും ബോഡി പാർട്സ് പോലും നമ്മൾ പറയില്ല. ഓക്കെ, ഇപ്പോൾ ഒരു മെന്നിൻ്റെ ഒരു ബോയുടെ പ്രൈവറ്റ് പാർട്ടിന് പീനസ് എന്നാണ് പറയുന്നതെന്ന് ഒരു വീടുകളിലും നമ്മളത് കേട്ടിട്ടില്ല. നമ്മൾ പെറ്റ് നെയിംസാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ വിളിക്കും. ഓരോ വീടുകളിൽ അത് ഓരോ പേരാ. ചില കുടുംബങ്ങളിൽ എല്ലായിടത്തും ഒരേ പേരാ, അത് വേറെ നാട്ടിൽ പോകുമ്പോൾ വേറൊരു പേരാവും. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പീനസ് എന്നുള്ള വാക്ക് കേൾക്കുന്നത് ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബോഡി പാർട്സ് ഇത് പഠിച്ചു തുടങ്ങുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആവും. പക്ഷേ ഐഡിയലി ഇത് ഒരു കുട്ടി എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റിലും ആളുകളുള്ളപ്പോൾ പോലും അവൻ്റെ പീനസ് അല്ലെങ്കിൽ അവൻ്റെ പ്രൈവറ്റ് പാർട്ട് വാഷ് ചെയ്യണം വൃത്തിയായിട്ട് എന്ന്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വൾവ ഔട്ടർ പാർട്ട് വൃത്തിയായിട്ട് വാഷ് ചെയ്യണം, പ്രൈവറ്റ് പാർട്ട് വാഷ് ചെയ്യണം എന്നുള്ള ചർച്ചകൾ കോമൺലി വീടുകളിൽ നടക്കണം. ഇപ്പം ആസ് യു റൈറ്റ്ലി സെഡ്, ഒരു സ്കൂളല്ല സെക്സ് എഡ്യൂക്കേഷൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. അതിൻ്റെ ഒരു 70% ഉത്തരവാദിത്വം വീട്ടിലുള്ള പേരൻസിനാണ്. സർ, ഇത് പറഞ്ഞപ്പോഴേ ഈ പേര് പലതും മാറ്റി പറയുന്നതെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ആക്ച്വലി ഹാവ് എ സേഫ്റ്റി ഇമ്പാക്ട് ഓൺ ദ ചൈൽഡ്. ഇത് ഞാനൊരു സൈക്കോളജിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഒരു കുട്ടി ഇങ്ങനെ ടീച്ചറുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മൈ അങ്കിൾ വാണ്ട്സ് ഇസ് ആസ്കിങ് ഫോർ മൈ കുക്കി എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ സെഡ് വൈ ഡോണ്ട് യു ഷെയർ ഇറ്റ്. ടീച്ചർ ഡസന്റ് നോ. പക്ഷെ അതിന്റെ ഇമ്പാക്ട് പോലും ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്താണെന്ന്. ഐ തിങ്ക് ഞാനിപ്പം അർച്ചന പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഡേഞ്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇത് ഡേഞ്ചറസ് ആണ്. പക്ഷേ ഇപ്പോൾ ആ സെൻറ്റൻസ് പറഞ്ഞില്ലേ, മൈ അങ്കിൾ വാണ്ട്സ് മീ ടു ഷെയർ മൈ കുക്കി വിത്ത് ഹിം എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ പ്രോബബ്ലി why don't you share, it's okay, it's just a cookie, no, if you have why can't you share എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തോട്ട് കംപ്ലീറ്റ് മാറി. അപ്പോൾ there lies the importance of making sure that the child knows about the body parts very clearly. The child knows who is supposed to touch and how good touch where. And bad touch. Good touchും ബാഡ് ടച്ചും എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇറ്റ് ഈസ് ആക്ച്വലി സേഫ് ആൻഡ് അൺസേഫ് ടച്ച്.
റൈറ്റ്? അപ്പോൾ എന്താണ് സേഫ് ടച്ച് എന്നും എന്താണ് അൺസേഫ് ടച്ച് എന്നും എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ തൊടാൻ പാടില്ല എന്നും തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നും എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നും ഒരു കുട്ടിയെ ആ പേരൻസ് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും മോൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഫേസ് ചെയ്താൽ, യു ക്യാൻ കം ആൻഡ് ടോക്ക് ടു യുവർ ഫാദർ ഓർ മദർ ബിക്കോസ് വി ആർ സേഫ് പീപ്പിൾ. There are so many incidents where the parents themselves have become unsafe people. Correct. അല്ലേ? ചിലപ്പം ഒരു മദർ അറിയുന്നില്ല ഫാദർ ഒരു അൺസേഫ് ആയിട്ടുള്ള ആളാണെന്ന്. ഓക്കെ, അപ്പം ചിലപ്പം മദർ ഇത് അറിഞ്ഞു, പക്ഷെ മദറിന് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തിരിച്ചും ആകാം. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടി എന്ത് ചെയ്യണം? വൺ ഓഫ് ദി പാർട്ട്നേഴ്സ് ഷുഡ് ബി അവെയർ ഓഫ് ഹൗ ടു ഗോ അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഈ കുഞ്ഞിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് അവരറിഞ്ഞിരിക്കണം, ആ കുഞ്ഞും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ചർച്ചകൾ വീട്ടിലും നടത്തണം. യെസ്, സ്കൂളിൽ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇതുപോലൊരു കോൺവെർസേഷനിൽ ഇതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആസ് എ ബോയ് വെൻ ഐ ഗ്രൂ അപ്പ്, എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ PVRലും ഒക്കെ മൂവീസിലൊക്കെ പോകുമ്പം പ്ലീസ് എയിം ഫോർ ദി യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞ് മെന്നിൻ്റെ യൂറിനൽസിൽ അർച്ചന കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല, ബിക്കോസ് യു വുഡൻറ്റ് ഹാവ് സീൻ എ മെൻസ് യൂറിനൽ. അപ്പോൾ ഈ ആണുങ്ങളുടെ യൂറിനലിൽ ഒരു മഞ്ഞ സ്പോട്ടോ അല്ലെങ്കിൽ കറുത്ത സ്പോട്ടോ യൂറിനൽ വെക്കുന്നുണ്ട്, ഇവിടെ എയിം ചെയ്യണമെന്ന് പറയും. കാര്യം ആണുങ്ങൾ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെല്ലാം ആലോചിച്ച് പലയിടത്തായിട്ട് മൂത്രം ഒഴിച്ച് നോക്കും, ഇത് പകുതി താഴെ പോകും. ബേസിക്കായിട്ട് എങ്ങനെ മൂത്രം ഒഴിക്കണം എന്ന് പോലും, ഇത് സ്കൂളിൽ ടീച്ചറിൻ്റെ ജോലിയല്ല ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. ഇത് വീട്ടിലെ ഫാദറിൻ്റെ ജോലിയാണ്, അല്ലെ മദറിൻ്റെ ജോലിയാണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്യുക, ഫ്ലഷ് അടിക്കുക, ബാത്റൂം യൂസ് ചെയ്ത് കൈ കഴുകുക, നമ്മുടെ പ്രൈവറ്റ് പാർട്ട് റെഗുലർലി ക്ലീൻ ചെയ്യണം എന്നുള്ളത്. പെൺകുഞ്ഞുങ്ങൾ പീരിയഡ്സ് ആവുന്ന സമയത്ത്, വയസ്സറിയിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ അതൊരു ചർച്ചയാകണം. അനിയനോ ചേട്ടനോ ഉണ്ടെങ്കിൽ അവരതറിയണം, അച്ഛനതറിയണം. ഇത് അവരെ ഷെയിം ചെയ്യാൻ പാടില്ല. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇപ്പം സാനിറ്ററി പാഡ്സ് മേടിക്കാൻ പോകുന്നത് വളരെ ടാബു ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒളിച്ചു വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഈ പാഡ് എടുത്തിട്ട് പോകുമ്പോൾ അയ്യോ അത് കവർ ചെയ്തിട്ട് കൊണ്ടുപോയി, ഇതെന്താ ഇങ്ങനെ എല്ലാവരും കാണൂല. എക്സാക്ട്ലി എന്ന് ചോദിച്ചു. അങ്ങനെ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? ഒരു സാനിറ്ററി പാഡ് കയ്യിൽ ഓപ്പൺ ആയിട്ട് ഒരു മരുന്ന് പിടിച്ചോണ്ട് പോകുന്ന പോലെ പിടിച്ചോണ്ട് പോയാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മെഡിക്കൽ ഷോപ്സിൽ പോലും ഇത് വളരെ ബ്രെഡ് പൊതിയുന്ന പോലെ വളരെ ക്ലീൻലി റാപ്ഡ് ആയിട്ടാണ് തരുന്നത്. ദാറ്റ് ഈസ് കണ്ടീഷനിങ്. അപ്പോൾ ഇത് മാറണമെങ്കിൽ നമ്മുടെ വീടുകളിൽ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടിരിക്കുന്ന പ്രൈവറ്റ് ടൈമിൽ നമ്മുടെ ബോഡിയെക്കുറിച്ചും നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള കോൺവെർസേഷൻസ് നടക്കണം. അതിന് ഞാൻ ഉൾപ്പെടെ പല സമയത്തും വളരെ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. എൻ്റെ മോനോട് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ പ്രായത്തിൽ അവതരിപ്പിക്കണം. അപ്പോൾ അവൻ വന്നൊരു കാര്യം ചോദിച്ചാൽ അവൻ ചില കാര്യങ്ങൾ അറിയേണ്ട ഒരു പ്രായമുണ്ട്, അതിന് മുമ്പ് അവൻ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനൊരു ഇന്നത്തെ കാലത്ത് ഇതിനുള്ള ഇൻഫർമേഷൻ സോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയും ഏത് ഇൻഫർമേഷനാണ് കറക്റ്റെന്നും തെറ്റെന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് എക്സ്പേർട്ട് ഹെൽപ്പ് വേണമെങ്കിൽ അതെടുത്ത് നമ്മൾ ആസ് പേരൻസ് നമ്മളെ തന്നെ എക്യുപ്പ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ വീടുകളിലും ഇതിനെ ഒരു വളരെ കോമൺ ടോപ്പിക്കായി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. ആൻഡ് ഇൻ മൈ സ്കൂൾ ഐ എൻഷുർ ദാറ്റ് നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ചർച്ചകൾ ഒരു കുട്ടി വന്ന് ടീച്ചറിനോട് പറയുകയോ അല്ലെങ്കിൽ ഒരു ആയയോട് പറയുകയോ ചെയ്താൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനോ അല്ലെങ്കിൽ അതിനെ കവറപ്പ് ചെയ്യാനോ ശ്രമിക്കാൻ പാടില്ല. നമ്മൾ അത് കറക്റ്റായിട്ടുള്ള കോൺവെർസേഷൻസ് റെസ്പോൺസസ് ആ കുട്ടിക്ക് കൊടുക്കണമെന്നും അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണമെന്നും പേരൻസിനെ ഇൻവോൾവ് ചെയ്യിക്കേണ്ടടുത്ത് പേരൻസ് ഇൻവോൾവ് ആകണമെന്നും ഉള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ശരി, ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ വാട്ട് ഈസ് ദറ്റ് വൺ സിമ്പിൾ സ്റ്റെപ്പ്, ഒരു ചെറിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ പേരൻസിന് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സിനെ കുറിച്ച് ലൈക്ക് ഹൗ ടു ഡെവലപ്പ് ദറ്റ് സ്കിൽ സെറ്റ് ഓർ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എങ്ങനെ കൊണ്ട് എല്ലാവർക്കും ഇപ്പം അതുപോലത്തെ ഒരു സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഫാമിലിയിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പേരൻസിന് അവരുടെ കുട്ടികളിലേക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ കാര്യം ടുവേർഡ്സ് ദിസ്? ഓക്കെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു സമ്മറിയാണ്, വീടുകളിൽ വരുത്തുന്ന മാറ്റങ്ങളും ഒക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ കുട്ടികൾക്ക് റെഡി ഡീഫോൾട്ട് ആൻസേഴ്സ് കൊടുക്കരുത്. ഓക്കെ, ഇതെന്താണ് അപ്പ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ആൻസർ കൊടുക്കരുത്. ചില കാര്യങ്ങളിൽ ആൻസർ കൊടുക്കേണ്ട കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊടുക്കണം. ഇപ്പോൾ ചില കാര്യങ്ങൾ യു ക്യാൻ ആസ്ക് ദ ചൈൽഡ്, നിനക്ക് എന്തുകൊണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു, നീ ഒന്ന് ചിന്തിച്ചിട്ട് പറ, അല്ലെങ്കിൽ നീ ഒന്ന് എന്തെങ്കിലും ആ ബുക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കിയിട്ട് പറ,
അല്ലെങ്കിൽ അപ്പയുടെ ലാപ്ടോപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാ, ഇവിടെ ഇരിക്കുക, അപ്പം കൂടെ ഇരിക്കാം, നീ അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സിൽ നിനക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നീ പ്രസൻറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് കുട്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല രീതിയിൽ, അതായത് അവരെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാണ്, അവരുടെ ഒരു എക്സ്പ്ലോറേഷൻ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യാണ്, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഇത് പ്രൊമോട്ട് ചെയ്യാണ്. ഒരു ചോദ്യം ചോദിച്ചു അപ്പം ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും അനാവശ്യമായിട്ട് ചുമ്മാ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവൻ അടുത്ത പ്രാവശ്യം ചിന്തിക്കുക അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ, ക്യൂരിയോസിറ്റി കില്ലാതിരിക്കുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2, കഴിഞ്ഞ എൻ്റെ ഒരു ഫാമിലി ഗ്യാതറിങ്ങിൽ നിന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ എന്നും എത്ര വലുതായാലും മക്കളെ പേരൻസ് പലപ്പോഴും കുഞ്ഞുങ്ങളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണം എന്ന്. അതിൻ്റെ ഒരു റിയൽ എസൻസിൽ എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലും ആളുകൾ പറയാറുണ്ട്, ഞാൻ അതിൻ്റെ ഒരു റിയൽ എസൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോൺവെർസേഷൻസിൽ ചില കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ചെയ്യണം, അവർക്ക് ഒപ്പീനിയൻ പറയാനുള്ളൊരു സ്പേസ് കൊടുക്കണം, അവരുടെ ഒപ്പീനിയൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും അവർക്ക് തോന്നണം. ഇത് അവരുടെ ലൈഫിൽ ഒത്തിരി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. അത് നീ അറിയണ്ട, നീ അവിടെ മാറിക്കും, നീ മിണ്ടായി, കുഞ്ഞുവായാലും വലിയ വർത്താനം പറയണ്ട. ഇതിങ്ങനെ അപ്പം ഇവരുടെ എല്ലാ കാര്യങ്ങളും കില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഒപ്പീനിയൻസിനെ നമ്മൾ കില്ല് ചെയ്യുന്നു, അവരുടെ പെർസ്പെക്റ്റീവ്സിനെ കില്ല് ചെയ്യുന്നു. അപ്പോൾ അവർ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ പോലും എനിക്കൊരു ഒപ്പീനിയൻ ഇല്ലാത്ത ആളാവുന്നു എന്നുള്ള തോന്നലുകൾ മാറി. പലപ്പോഴും നമ്മളെപ്പോഴും പറയും, ഗുജറാത്തി സൈഡിൽ ബിസിനസ്സുകാർ ഡൈനിങ് ടേബിളിൽ മണി അവരുടെ ചർച്ചയുടെ ഭാഗമാണെന്ന് നമ്മൾ പറയും, കുഞ്ഞിലേ തൊട്ടേ. അതുകൊണ്ടാണ് അവർ വളരെ ഓൺടർപ്രണറിയൽ സ്പിരിറ്റുള്ള ആളുകളായി വരുന്നെന്നുള്ളത്. നമ്മൾ പലപ്പോഴും പൈസേനെക്കുറിച്ച്, മണി എന്നുള്ള സാധനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ടേബിളിൽ കുഞ്ഞുങ്ങളുടെ കൂടെ സംസാരിക്കാറില്ല. ഈ കൾച്ചറൊക്കെ മാറണം. നമ്മൾ അവരുടെ ഡിസിഷൻസ്, അവരെ കൊണ്ട് ഡിസിഷൻസ് എടുപ്പിക്കാൻ പറ്റുന്നിടത്ത് അവർക്ക് ചോയ്സസ് കൊടുത്ത് അവരെ കൊണ്ട് ഡിസിഷൻസ് എടുപ്പിക്കുക, അതിനെ ഗൈഡ് ചെയ്യണം. നോട്ട് അവർക്കൊരു ബ്ലാങ്കറ്റ് ചോയ്സ് കൊടുക്കുക എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെപ്പോഴും എക്യുപ്ഡ് ആയിരിക്കണം എന്നില്ല ചില ഡിസിഷൻസ് എടുക്കാൻ. അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ്, ആ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക, അവരുടെ ഒപ്പീനിയൻസിനെ വാലിഡേറ്റ് ചെയ്യുക, അവർക്ക് ഇതെല്ലാം അവരെ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ഓരോ കുടുംബങ്ങൾക്കും സാധിക്കും. ദിസ് ഈസ് വാട്ട് ഐ ഫീൽ. അപ്പാർട്ട് ഫ്രം ഓൾ ദി അതർ തിങ്സ് വി ഡിസ്കസ്ഡ്, എനിക്ക് തോന്നുന്നു ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സർ, ബിഫോർ ക്ലോസിങ് ഐ ഫീൽ ദറ്റ് സാറിൻ്റെ സ്കൂളിനെ കുറിച്ചിട്ട് ആളുകൾ അറിയണം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഫ്രം ദ കോൺവെർസേഷൻ ദാറ്റ് വി ആർ ഹാവിങ്, ഐ ഫീൽ ദറ്റ് എത്ര പേർക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നോ എത്ര പേർക്ക് അപ്രോച്ച് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ദെൻ I feel that it is my responsibility to allow you a space to share about it. Thank you so much. It's truly a pleasure. ഞാൻ ആസ് ഫാർ ആസ് പോസിബിൾ എൻ്റെ സ്കൂളിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ പലയിടത്തും പറയാറില്ല. ബിക്കോസ് അത് എൻ്റെ സ്കൂളിൻ്റെ പരസ്യത്തിൽ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ബിക്കോസ് യു ആസ്ഡ്, എൻ്റെ സ്കൂളിൻ്റെ പേര് ഇറ്റ്സ് കോൾഡ് ദ ഫ്രണ്ട്സ് സ്കൂൾ. വി ആർ ബേസ്ഡ് ഇൻ ട്രിവാൻഡ്രം. ഞങ്ങൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടി പഠിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഗേജ്ഡ് ആയിട്ട് മനസ്സിലാക്കി ഇത് എന്തിനെപ്പോൾ എങ്ങനെ എന്ന് മനസ്സിലാക്കണം. സോ ദി ഐഡിയ ഈസ് ചിൽഡ്രൻ ലേൺ എവറിത്തിങ് ത്രൂ പ്രോജക്ട്സ്, ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ അവർ പലപ്പോഴും ഡിസ്കഷൻസിലൂടെയും ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെയും ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പ്രോജക്ട്സിലൂടെയും ഫീൽഡ് ട്രിപ്സിലൂടെയും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫൺ ആൻഡ് എൻഗേജിങ് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ അറ്റൻഡൻസ് കമ്പൽസറി ആക്കേണ്ട പിള്ളേർക്ക് സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ വീട്ടിലൊരു ദിവസം എവിടെയെങ്കിലും യാത്ര പോവാണ്, സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ വഴക്കുണ്ടാക്കി സ്കൂളിൽ വരും. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചൈൽഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അവിടെയാണ് പല സ്കൂൾസിനും എല്ലാവരും കരിക്കുലം സെൻട്രിക് ആവുകയാണ്. ഞങ്ങൾ വളരെ ചൈൽഡ് സെൻട്രിക്. അതിലൊന്ന്, ഞങ്ങളൊരു ക്ലാസ്സിൽ 15 കുട്ടികളെ എടുക്കത്തുള്ളൂ. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ പലരും പല രീതിയിൽ പഠിക്കുന്ന ആളുകളാണ്. വി ആർ ഓൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണേഴ്സ്. അപ്പോൾ ദർ ഇസ് ദിസ് കോൺസെപ്റ്റ് കോൾഡ് വാർക്ക്, VARK, അതായത് വിഷ്വൽ, ഓഡിറ്ററി, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് കിനസ്തെറ്റിക്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബേസിക്കലി ആം എ കിനസ്തെറ്റിക് ലേണർ. അതായത് എനിക്ക് ചെയ്ത് പഠിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അർച്ചന എനിക്ക് അറിഞ്ഞൂടാ, പ്രോബബ്ലി യു ആർ ലെറ്റ്സ് എ വിഷ്വൽ ലേണർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 90% ഓഫ് ലോകത്തിലെ ആളുകളും ഈ വിഷ്വൽ അല്ലെങ്കിൽ കിനസ്തെറ്റിക് ഈ ലേണേഴ്സായിട്ട് ഉള്ള ആളുകളാണ്.
അപ്പോൾ നമ്മളെ ഇവരെ എല്ലാം നമ്മളൊരു ക്ലാസ് റൂമിൽ പിടിച്ചിരുത്തി ടീച്ചർ വന്ന് ലെക്ചർ ചെയ്ത് നോട്ട് എഴുതി പഠിപ്പിക്കുമ്പം ഇവർ എൻഗേജ്ഡ് ആയിട്ട് പഠിക്കുന്നില്ല. അപ്പോൾ കിനസ്തെറ്റിക്കലി പഠിക്കുന്നില്ല, മനസ്സിലാക്കിയല്ല പഠിക്കുന്നത്, കണ്ടുമല്ല പഠിക്കുന്നത്, ഇവർ കേട്ടാ പഠിക്കുന്നത്. അപ്പോൾ കിനസ്തെറ്റിക് ലേണർ, അപ്പോൾ എനിക്ക് പ്രൈമറി ലേണിംഗ് മൊഡാലിറ്റി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. അപ്പോൾ എൻ്റെ ടെറിഷറി ആയിരിക്കും ഞാൻ ഓഡിറ്ററി. അപ്പം ഞാൻ പെട്ടെന്ന് കട്ട് ഓഫ് ആയിപ്പോൾ 5 മിനിറ്റിൽ. അപ്പം ഞാൻ പഠിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ എങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നോ ആ രീതിയിൽ എന്നെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ നമ്മൾ ഓരോ ടോപ്പിക്കും പല വ്യത്യസ്തമായ രീതികളിൽ കുട്ടികൾക്ക് പഠിക്കാം. അവർക്ക് കണ്ടു പഠിക്കാം, കേട്ട് പഠിക്കാം, അവർക്ക് ചെയ്ത് പഠിക്കാം, എഴുതി പഠിക്കാം, വായിച്ചു പഠിക്കാം. അപ്പോൾ അത് പല സബ്ജക്ട്സിലും ഇത് മാറും, പ്രിഫറൻസസ് മാറും, പല ടോപ്പിക്സിൽ പ്രിഫറൻസസ് മാറും. അപ്പോൾ ഓരോ ടീച്ചറിനും വ്യക്തമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഓരോ കുട്ടിയുടെയും ഓരോ ഏരിയയിലെയും ലേണിംഗ് ടൈപ്സിനെ കുറിച്ച്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരേ ക്ലാസ്സിലായിരിക്കും. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലായിരിക്കും. അച്ഛനെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും, നമ്മൾ രണ്ടുപേരും 4ാം ക്ലാസ്സിലായിരിക്കും. എനിക്ക് കുറച്ച് ഇൻ്റലിജൻസ് കുറവുള്ള ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ എന്നെയും അർച്ചനയും ഒരേപോലെ പഠിപ്പിച്ചു അർച്ചന പെട്ടെന്ന് മനസ്സിലാക്കും. അർച്ചന ഒരു പ്രോബ്ലം 2 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്തു. ഞാനിങ്ങനെ ദൈവമേ എനിക്കിത് പറ്റുന്നില്ലല്ലോ, അയ്യോ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കോൺഫിഡൻസ് പോവുക. അപ്പോൾ എന്ത് പറ്റും, ഞാൻ ട്യൂഷന് പോയാലും പ്രഷറായി, വീണ്ടും ഹോംവർക്കായി, ടെൻഷനായി, എൻ്റെ കേപ്പബിലിറ്റി കട്ടായി പോവുക. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് 3 ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. അതായത് അഡ്വാൻസ് ലെവൽ, IQ ലെവൽസ് കൂടിയ ക്ലാസ്സിലെ കുട്ടിയെ കോൺസ്റ്റൻ്റ്ലി ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രേഡ് ലെവൽ, ആ ഗ്രേഡിൽ പഠിക്കുന്ന അതിൻ്റെ IQ ലെവൽ ഓക്കെയാണ്, അവരെ ആ ലെവലിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക, എന്നിട്ട് അവരെ അഡ്വാൻസിലോട്ട് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. 3rd ലെവൽ ഇസ് എ റെമഡിയൽ ലെവൽ, ഒരു പടി താഴെ നിൽക്കുന്ന കുട്ടികൾക്ക് ആ ലെവലിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പോൾ അർച്ചന അഡ്വാൻസ് ലെവൽ തീർക്കുന്ന അതേ സമയം കൊണ്ട് ഞാൻ റെമഡിയൽ ലെവലിലായിരിക്കും തീർത്ത്. ഇത് എനിക്കറിയത്തില്ല അർച്ചന അഡ്വാൻസ്ഡ് ആണെന്നും ഞാൻ റെമഡിയലാണ്, ടീച്ചറിനെ അറിയത്തുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഐ ഡോണ്ട് ലൂസ് മൈ കോൺഫിഡൻസ്. I am able to fall in love with the subject, finish the activity and slowly move to the next level. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത്, കൾച്ചർ ഓഫ് ദി സ്കൂൾ ഇസ് വെരി ഡിഫറെൻറ്റ്. ടീച്ചേഴ്സ് ആർ വെരി ഫ്രണ്ട്ലി. അതിൻ്റെ ചാലഞ്ചസും ഉണ്ട് കേട്ടോ. അപ്പം അതിൽ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത്. ഇപ്പോൾ ടീച്ചേഴ്സിനെ ഒരു ഭയത്തോടു കൂടി നോക്കുന്ന ഒരു സിസ്റ്റം അല്ല. ടീച്ചേഴ്സ് ആർ വെരി ഫ്രണ്ട്ലി. അവരുമായിട്ട് ലഞ്ച് ഡേറ്റ്സ് ഉണ്ട്, അവർ ലഞ്ച് ഷെയർ ചെയ്ത് വർത്തമാനങ്ങൾ പറയും, വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഫെയിലിയേഴ്സിനെ വളരെ അക്സെപ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് റെസിലിയൻസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൾച്ചറാണ്. അതോടൊപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ കാര്യമാണ്, 2040, 2050 കാലഘട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയി വരുമ്പോൾ ഇവർക്ക് എന്ത് കൈൻഡ് ഓഫ് സ്കിൽസ് ആയിരിക്കണം വേണ്ടത്. അപ്പോൾ എൻ്റെ കുട്ടികൾ സ്കൂളിൽ കാർപ്പൻട്രി പഠിക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ പഠിക്കുന്നുണ്ട്, പ്ലംബിംഗ് പഠിക്കുന്നുണ്ട്, അവർ കോൺക്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അവർ റോബോട്ടിക്സും കോഡിങ്ങും സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും ബേക്കിങ്ങും ആർച്ചറിയും ഫുട്ബോളും ക്രിക്കറ്റും തിയേറ്ററും പബ്ലിക് സ്പീക്കിങ്ങും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇവർ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു ഓണസ്റ്റി ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് 4ാം ക്ലാസ്സിലോട്ട് പോകുന്നേ ഉള്ളൂ. അവർ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഹയർ ക്ലാസ്സസ് തുടങ്ങി പതുക്കെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പിക്സ് ബിയോണ്ട് ദ റെഗുലർ അക്കാഡമിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ സ്കൂള് റൺ ചെയ്യുന്നത്. സോ താല്പര്യമുള്ള പേരൻസിന് ക്യാൻ കം ആൻഡ് മീറ്റ് അസ്. സർ, ഇപ്പോൾ ജനറലി നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ്, ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, യുഡമി, കാൻ അക്കാഡമി, ഒരുപാട്. അതിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ, ഇപ്പോൾ പേഴ്സണലി എനിക്കിപ്പോൾ ഒരു സബ്ജക്റ്റ്, സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ മെൻ്റലിസം ആണെന്ന് വിചാരിക്കുക. മെൻ്റലിസത്തിന് ഞാൻ യുഡമി പോയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ലൈക്ക് എൻ നമ്പർ ഓഫ് കോഴ്സസ്. അപ്പം അതിലും എനിക്ക് അറിഞ്ഞില്ല ഏതാ നല്ലത് ഏതാ ചീത്താന്ന് എനിക്കറിയില്ല. ഇസ് ദ ഇൻഫർമേഷൻ റൈറ്റ് അല്ലെങ്കിൽ റോങ് അതെനിക്കറിയില്ല. അപ്പം ഇങ്ങനെ ഞാൻ പണ്ട് വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ഗുരുകുല സമ്പ്രദായത്തിൽ ടീച്ചേഴ്സിനെ ഗുരുവിനെ റീപ്ലേസ് ചെയ്താണ് ടീച്ചറും ബുക്സാണ് കൂടുതലും റീപ്ലേസ് ചെയ്തത്. പിന്നീട് അത് ബുക്സിനെ റീപ്ലേസ് ചെയ്ത് വന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഇതുപോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി. അപ്പോൾ ഇതിന് ബെനിഫിറ്റ്സ് ഉണ്ട്, ബിക്കോസ് റിമോട്ടിൽ ഇരിക്കുന്ന ഒരാൾക്ക് പോലും എന്തും ആക്സസ് ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിന്
ദൂഷ്യവശങ്ങളും ഉണ്ടാവും. അപ്പം ഇനി ഓർ അണ്ടർസ്റ്റാൻഡിങ് എന്തായിരിക്കും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്? നോ, ഐ എം ടോട്ടലി അബ്സല്യൂട്ട്ലി ഞാൻ എഗ്രി ചെയ്യുന്നു വാട്ട് യു സെഡ്. അതായത് ഇതിന് പ്രോസും കോൺസും ഉണ്ട്. ഇത് ചീത്തയാണെന്നും പറയാൻ പറ്റില്ല, ഇത് മുഴുവനായിട്ട് നല്ലതാണെന്നും പറയാൻ പറ്റില്ല. ഇത് ഓരോ കുട്ടിയും എങ്ങനെ ഇതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് സോഷ്യൽ മീഡിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം ഷുഡൻ ബി യുവർ സെർച്ച് എൻജിൻ to understand about factual news. Unfortunately it is. അപ്പോൾ അതിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകരുത്. അതായത് നമ്മളിപ്പം കോവിഡ് വന്ന സമയത്താണ് ഓൺലൈൻ ലേണിംഗ് ഇത്രയും പോപ്പുലർ ആയത്, അറ്റ്ലീസ്റ്റ് സ്കൂൾ ലെവൽസിൽ. മറ്റേ നമ്മൾ കുറച്ചുകൂടെ ഒരു അഡൽട്ട് സ്റ്റേജിലെത്തി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസിൽ നമ്മുടെ ചുറ്റിലുമുള്ള കോഴ്സസ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഖാൻ അക്കാഡമിയോ കോഴ്സറയോ യൂഡമിയോ ലിങ്ക്ഡിൻ ലേണിങ്ങോ അങ്ങനെ പല പ്ലാറ്റ്ഫോംസിൽ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ ഏത് പ്രോഗ്രാമാണ്, ഏത് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നതാണ്, ഡ്യൂറേഷൻ, കോഴ്സ് കണ്ടന്റ് ഒക്കെ നോക്കി. പക്ഷേ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ അവന് ചിലപ്പം പെട്ടെന്ന് ഇത് പഠിക്കണം തോന്നുമ്പം അവൻ ഓടിപ്പോയി ഇതുപോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ കയറി വളരെ തെറ്റായിട്ടുള്ള കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അതിലൂടെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അജണ്ട പുട്ട് ഫോർവേഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് കോണ്ടന്റും പ്ലാറ്റ്ഫോംസും ഉണ്ട്. അപ്പോൾ അതിലാണോ ഈ കുട്ടി പോകുന്നത് നമുക്കറിയത്തില്ല. സോ ദിസ് ഷുഡ് ബി വെരി കൺട്രോൾഡ്, ദിസ് ഷുഡ് ബി വെരി മോണിറ്റേർഡ്. ഒരു അഡൽട്ടിൻ്റെ സൂപ്പർവിഷനോട് കൂടി ആ കോണ്ടന്റും കോഴ്സ് കോണ്ടന്റും കരിക്കുലവും മെത്തഡോളജിയും എല്ലാം കംപ്ലീറ്റ്ലി വെറ്റഡ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ വായിച്ച് എടുത്ത കോണ്ടന്റ് അതായത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിടത്ത് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സബ്ജക്ട്സ്, ഇപ്പോൾ ലാംഗ്വേജസ് പഠിക്കാനായിട്ട് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പം. അപ്പം അതൊക്കെ കുറേയൊക്കെ എയ്ഡ് ചെയ്യും കുട്ടികൾക്ക്. പക്ഷെ അത് മാത്രം വെച്ച് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. പക്ഷേ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ എയ്ഡ് ടു ദ ഫോർ ദ ക്ലാസ് ടീച്ചർ ഇൻ ദ ക്ലാസ് റൂം. അപ്പം ക്ലാസ് റൂമിൽ റെഗുലർ സിസ്റ്റത്തിൽ പഠിപ്പിച്ചു കുട്ടികൾക്ക്. അതിനകത്ത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു കോഴ്സ് ടീച്ചർ സെലക്ട് ചെയ്തിട്ട് ഇന്ന കോഴ്സ് ഇന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആക്സസ് കൊടുത്തിട്ട് അതിലുള്ള ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊരു എയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതല്ലാതെ കുട്ടികൾക്ക് ഒരിക്കലും ഒരു 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 പ്ലാറ്റ്ഫോമിൽ ബ്ലാങ്കറ്റ് ആക്സസും അൺസൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കരുത്. Because eventually they will go into other things. So yes, there are so many pros which are ഇത്രയും ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്സിൻ്റെ ലിമിറ്റേഷൻസിന് ബിയോണ്ട് ആയിട്ടുള്ള നോളജ് നമുക്ക് കിട്ടുന്നു. നമുക്ക് പല പെർസ്പെക്റ്റീവ്സിൽ നിന്ന് കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇതിൻ്റെ പ്രോസ് ആണ്. ബട്ട് പ്രോബബ്ലി അപ്പോൾ അവിടെ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. So definitely I can say that ഒരു മണിക്കൂർ മുന്നേ ഉള്ള ഞാനല്ല ഇപ്പോൾ. I have been flooded with what to say experiential understanding. ഇത് സാർ ഓരോന്നും പറയുമ്പോൾ എക്സാമ്പിൾസ് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, rather than just saying a thing, just like ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പോലെ. യൂഷ്വലി എപ്പോഴും ഒരു പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയും വളരെ സന്തോഷമാണ്. ബട്ട് ഐ മസ്റ്റ് ബി ഹോണസ്റ്റ് ദറ്റ് ഐ എം ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. ഓക്കെ, സോ ഹാപ്പി ബിക്കോസ് ഐ കുഡ് മീറ്റ് യു. ഒരുപാട് പെർസ്പെക്റ്റീവ്സ് അറിയാൻ പറ്റി. ഐ മീൻ ഇറ്റ് ഈസ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ മീ ലാസ്റ്റ് 1 hour ആൻഡ് ഐ വിൽ ഒബ്വിയസ്ലി ചെറിഷ് ഇറ്റ്. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഫീൽ ദറ്റ് this time is not enough actually to discuss things that matter today. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ ഫീൽ ദാറ്റ് എനിക്ക് സാറിൻ്റെ അടുത്ത് ഇനിയും സംസാരിക്കാൻ പറ്റട്ടെ, ഇനിയും എനിക്ക് വിളിക്കാൻ പറ്റട്ടെ. ഞാൻ റീസെൻ്റ്ലി തുടങ്ങിയ ഒരു ചാനലാണ്, ഇത് വളരട്ടെ, ഒരുപാട് പേരിലേക്ക് ഇത് എത്തട്ടെ. ഇറസ്പെക്റ്റീവ് ഓഫ് എൻ്റെ ചാനൽ വളർന്നോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും ഉപരി ഐ ഫീൽ ദാറ്റ് ദിസ് കോൺവെർസേഷൻ ഷുഡ് റീച്ച് പീപ്പിൾ. അപ്പം അത് സംഭവിക്കട്ടെ. ഒരുപാട് എന്താ പറയുക, ആ ഒരു ചെറിയ സങ്കടത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം. ബട്ട് may I be able to have conversation with you, meaningful conversation with you again. ഇനി അടുത്തൊരു പാർട്ട് 2 ഉണ്ടാവട്ടെ ഇതിനൊന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് അർച്ചന ഫോർ കോളിംഗ് മീ ടു ഓണസ്റ്റ് അവർ. ഇറ്റ്സ് ട്രൂലി ബീൻ എ പ്ലഷർ. എനിക്ക് തോന്നുന്നു അർച്ചന ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അധികം ചർച്ചകളും ഡിസ്കഷൻസും നടക്കുന്നില്ല. അപ്പോൾ കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഈ മേഖലയിൽ, എഡ്യൂക്കേഷൻ ലേണിംഗ് മേഖലയിൽ മാറ്റങ്ങൾ വരേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂർ ഇങ്ങനെ ഒരു അവസരം അർച്ചനയുടെ ചാനലിൽ തന്നതിന് I am so grateful and thank you. I cherish this moment of conversation with you as well. And I wish your channel the very best. Thank you so much. Let lot of people come in and you will be able to spread lot of very different thought processes. Thank you so much. All the best. Thank you, sir.